അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മെക്സവൻ വ്യായാമവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. കാന്തപുരത്തെ മറയാക്കി ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ഇസ്ലാമിനെയുമൊക്കെ പരിഹസിക്കുവാനും അപഹസിക്കുവാനും മതനിഷേധികളും ഇസ്ലാം വിരോധികളുമൊക്കെ ഇതൊരവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചാനലുകളിൽ നടന്ന അന്തിച്ചർച്ചയും ചില മീഡിയകളുടെ ഇടപെടലുകളും ചില ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളുമൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളിന്ന് പരിശോധിക്കുന്നത് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, കാന്തപുരം ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ അത് എത്രമാത്രം സത്യസന്ധമാണ്, ആത്മാർത്ഥമായ ഇടപെടലാണോ കാന്തപുരം നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ മെക്സവൻ വ്യായാമം അത് നടത്തുന്നയാളുകൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. മെക്സവൻ വ്യായാമവുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പൊതു ഇടങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുള്ള വ്യായാമം മതപരമായി അത് തെറ്റാണ്, നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്താണ് കാന്തപുരം പറഞ്ഞത് അതാദ്യം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ്. കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തോട് പല വിഷയങ്ങളിലും വിയോജിപ്പുള്ളവരാണ് നമ്മൾ. അത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ വിഷയം വളരെ വ്യക്തമാണ്. ഇത് കാന്തപുരത്തിൻ്റെ ഒരഭിപ്രായമായിട്ടല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നതിനെ ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമാക്കേണ്ട വിഷയമൊന്നുമില്ല. ഇസ്ലാമികമായ ഒരു നിയമമാണ് കാന്തപുരം പറഞ്ഞത്. അത് ആരോടാ പറഞ്ഞത്? മതനിഷേധികളോടല്ല, ഇസ്ലാം വിരോധികളോടല്ല, മറിച്ച് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തോടാണ് കാന്തപുരം പറഞ്ഞത്. അത് കാന്തപുരം എന്ന് മാത്രമല്ല, മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെ മതം നിർദ്ദേശിക്കുന്ന നിയമങ്ങളും വിധിവിലക്കുകളും ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ ആ മതവിശ്വാസികളോട് പറയാനും അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അതിൻ്റെ യഥാർത്ഥമായ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നാട്ടിലില്ലേ? അതിനെന്തിനാണ് മതവിരോധികളും മതനിഷേധികളുമൊക്കെ ചൊറിയുകയും വിവാദമാക്കുകയും ഇസ്ലാമിൻ്റെ മേൽ കുതിര കയറുകയും ഒക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തുവാനും ആ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മതവിശ്വാസികൾക്ക് മതം അനുശ്വാസിക്കുന്ന നിയമങ്ങൾ പണ്ഡിതന്മാർക്കും അതേപോലെ മറ്റുമൊക്കെ ആളുകളോട് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലില്ലേ? അതുമാത്രമല്ലേ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്? അതിനെന്തിനാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ വിവാദമാക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ദൈവികമായ മാർഗനിർദ്ദേശമില്ല, ജീവിക്കാൻ ഒരു ജീവിതരേഖയില്ല, കുത്തഴിഞ്ഞ ജീവിതമാണ്. സ്ത്രീയും പുരുഷനുമൊന്നും ഇടകലരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല. അവിടെ അതിരും അതിർത്തിയും ഒന്നുമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചൊറിയും. പക്ഷെ ചൊറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നിങ്ങളോടല്ല പറയുന്നത്, മതവിശ്വാസികളോടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ മതവിശ്വാസികൾക്ക് മതനിയമം അനുസരിച്ചും ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെങ്കിലും ഇതിനെ വിവാദമാക്കുകയും ഇത് അപരിഷ്കൃതമാണെന്ന് പറയുകയും അതല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുകയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ നടക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ കാര്യങ്ങളെ ഒന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണമെന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്.
ഇത്തരം വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ മാനവികത എല്ലാവർക്കും ബോധ്യമാകും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്, പ്രകൃതിപരമാണ്. കാരണം ഇസ്ലാമിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സുരക്ഷയും സുരക്ഷിതത്വവും നൽകുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഈ വിഷയത്തിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ അവരുടെ അഭിമാനത്തെയും അവരുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിനുമൊക്കെ പല നിയമങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു നിയമമാണ് സ്ത്രീ ഹിജാബ് ധരിക്കണമെന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ സുരക്ഷിതത്വമാണ്. അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൾ വീടിന് പുറത്തേക്ക് പോകേണ്ടത്. ഇസ്ലാം അവൾക്ക് നൽകുന്ന സൂക്ഷ്മമായ നിയമങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു സൗന്ദര്യ പ്രകടനം, നഗ്നതാ പ്രദർശനം സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല, അത് ഇസ്ലാം വിരോധിച്ചു. അക്കൂട്ടത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരരുത്. അതേപോലെ തന്നെ സ്ത്രീകളോടും പുരുഷന്മാരോടും അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും, വളരെ വ്യക്തമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ വ്യായാമവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ, ആരാധനകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഇടകലരാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 664 നമ്പർ ഹദീസിൽ കാണാം, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ വശർറുഹ ആഖിറുഹ. നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പുരുഷന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഫ് ആദ്യത്തെ സ്വഫും അവസാനത്തെ സ്വഫ് ശ്രേഷ്ഠത കുറഞ്ഞതുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ വശർറുഹ അവ്വലുഹ. സ്ത്രീകളുടെ നമസ്കാരത്തിൻ്റെ അണികളെ അത് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമായത് അവസാനത്തേതും ആദ്യത്തെ സ്വഫ് ശ്രേഷ്ഠത കുറഞ്ഞതുമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതെന്താണ്? സ്ത്രീകളുടെ ആദ്യത്തെ സ്വഫ് ഇന്നത്തേതുപോലെയുള്ള പള്ളികളായിരുന്നില്ലല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്വഫ്, സ്ത്രീകളുടെ ആദ്യത്തെ നമസ്കാരത്തിലുള്ള അണി, അത് പുരുഷന്മാരോട് അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത കുറഞ്ഞതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണത്? ഒരിക്കലും അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാൻ പാടില്ല. അതിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പോൾ ആരാധനകൾ നടക്കുന്നിടത്ത് പോലും, ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം അത് നടക്കുന്നിടത്ത് പോലും കൂടിക്കലരാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്ര സൂക്ഷ്മമായ നിയമമാണ്, ആലോചിച്ച് നോക്കൂ. പിന്നുണ്ടോ ഒരു വ്യായാമം, പിന്നുണ്ടോ മറ്റുള്ള വിഷയങ്ങൾ? ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമസ്കാരം കഴിഞ്ഞാൽ മകഥ യസീറൻ ഖബ്ല അൻ യഖൂം, എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഇരുന്നത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് നിരീക്ഷിക്കുന്നുണ്ട്. എന്തിനായിരുന്നു അത്? സ്ത്രീകൾ അവിടെ നിന്ന് ആ നമസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോകാൻ, അവർക്ക് പോകാനുള്ളൊരു സമയം കൊടുക്കലായിരുന്നു അത്. കാരണം പെട്ടെന്ന് പുരുഷന്മാരും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ സ്ത്രീകളുമായി ഇടകലരുകയും അവർക്കതൊരു പ്രയാസമായി തീരുകയും ചെയ്യാതിരിക്കാൻ എല്ലാ തിന്മകളുടെയും കവാടങ്ങളെ കൊട്ടിയടക്കുന്ന ഇസ്ലാം ആരാധനാ സന്ദർഭങ്ങളിൽ പോലും അതിനവസരം സൃഷ്ടിക്കാതിരിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ കാണാം. ഞാൻ ഈ അവസാനം ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി 793 നമ്പറായി രേഖപ്പെടുത്തിയ പ്രവാചക വചനമാണ്. എന്നാലോ കുത്തഴിഞ്ഞ് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്കൊരു പരിഹാസമായിരിക്കും. പക്ഷേ ഇസ്ലാം ഈ നിലക്കുള്ള എല്ലാ രൂപത്തിലുള്ള അവസരങ്ങളെയും ഇല്ലാതാക്കുകയാണ്. ഇതൊരു അപമാനമല്ല, ഇത് സ്ത്രീക്ക് സംരക്ഷണമാണ്. പുരുഷന്മാരോടാണ് പറയുന്നത്, നിങ്ങൾ അവരുമായി കൂടിക്കലരുന്ന് അവരിലേക്ക് ചെന്ന് അവർക്കത് പ്രയാസം സൃഷ്ടിക്കരുത് എന്ന് പുരുഷന്മാരോട് പറയാൻ. അപ്പം നമുക്കറിയാവുന്നൊരു വസ്തുതയാണല്ലോ, ഇപ്പോൾ ഈ ചാനൽ ചർച്ച ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാം, സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ ഇരുമ്പും കാന്തവും പോലെയാണ്, പരസ്പരം ആകർഷിക്കും, ഒരിടത്ത് വെച്ചാൽ കൂട്ടി ഉരസും, സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നാൽ, അവിടെ നിയന്ത്രണങ്ങളില്ലാതെ പോയാൽ അത് അവിഹിത ബന്ധങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുമെന്ന് അറിയാത്തവർ ആരാണ്? പിന്നെ പൊട്ടം കളിച്ചിട്ട് ഇസ്ലാമിനെ പരിഹസിക്കണമെങ്കിൽ അത് ചെയ്യുക എന്നല്ലാതെ ഇത് ലോകത്ത് ആർക്കും അറിയാത്തത്? ഇതൊരു പ്രകൃതി നിയമമല്ലേ? അങ്ങനെ അവിഹിത ബന്ധങ്ങളുണ്ടായാൽ അതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ആർക്കായിരിക്കും? സ്ത്രീക്കായിരിക്കുമല്ലോ. ആർക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീക്കായിരിക്കും ഒരു അവിഹിത ബന്ധം നടന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന് സംരക്ഷണം നൽകണം, അതിനുള്ള അവസരമില്ല.
അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീയും പുരുഷനും ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നോ, സ്ത്രീക്ക് പഠിക്കാൻ പാടില്ല എന്നോ, അവൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ഇസ്ലാം അത് ഫുള്ളി ബ്ലോക്ക് ആക്കിയിരിക്കുന്നു എന്നൊന്നുമല്ല. മറിച്ച് അതിനൊക്കെ കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും ദൈവിക മതം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഇങ്ങനെ അന്യപുരുഷന്മാർ ഇപ്പോൾ രാവിലെ വ്യായാമത്തിന് വരുമ്പോൾ അന്യപുരുഷന്മാരും സ്ത്രീകളൊക്കെ ഒന്നിച്ച് ഇടകലർന്ന് സംസാരിച്ച് അല്ലേ എന്നും കാണുമ്പോൾ എന്നും കാണുകയാണ്. അതേപോലെ തന്നെ അത് പിന്നെ ഫോൺ ചെയ്യാൻ അവസരം ഉണ്ടാക്കുകയാണ്, അത് പിന്നെ ചാറ്റിങ്ങിന് അവസരം ഉണ്ടാക്കുകയാണ്, അത് പിന്നെ അവിഹിത ബന്ധങ്ങൾ. എല്ലാവരും ഒരേപോലെയാണെന്നല്ല, ചില ആളുകൾക്കെങ്കിലും മാനസികമായ രോഗങ്ങളുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെയുള്ളൊരു പ്രയാസത്തിലേക്ക് വഴിവെക്കും എന്നതുകൊണ്ട് കൂടിക്കലരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അതിന് ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. അവിടെ ഇസ്ലാമികമായ നിയമം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുമൂലം ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അന്യ സ്ത്രീ പുരുഷന്മാർ യാതൊരു അതിരും അതിർത്തികളുമില്ലാതെ കൂടിക്കലരുകയും സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും കോൾ ചെയ്യുകയും അങ്ങനെ അവിഹിത ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ, ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അത് ഈ ചാനലുകൾക്കറിയില്ലേ, മീഡിയകൾക്കറിയില്ലേ എത്ര കുടുംബങ്ങളാണ് തകർന്നത്. നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കുക, അന്തിചർച്ച സംഘടിപ്പിക്കുക. കേരളത്തിൽ ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ആ തകർന്നടിഞ്ഞു പോകാൻ, കുടുംബങ്ങൾ ശിഥിലമാകാനുള്ള പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെ? നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കുക, അന്തിചർച്ച. എന്നിട്ട് അതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്ത്, പഠനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ കുടുംബ ശൈഥില്യങ്ങൾക്ക്, കുടുംബങ്ങൾ തകരാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം വഴിവിട്ട ബന്ധങ്ങളാണ്, അവിഹിത ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം, കുടുംബം തകരുന്നു അല്ലേ? ഭാര്യയുടെ വഴിവിട്ട ബന്ധങ്ങൾ, കുടുംബങ്ങൾ തകരുന്നു, കുട്ടികൾ അനാഥമാകുന്നു, കുടുംബങ്ങളും വീടുകളുമൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു, ദുരിതപൂർണമായി കൊണ്ടിരിക്കുന്നു. എത്രയോ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു. വേദന പങ്കുവെക്കുകയാണ് പലരും. പല സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാർ നഷ്ടമായി, കുട്ടികൾ അനാഥമായി, കുടുംബം നോക്കാൻ ആരുമില്ല. എത്രയോ വൈവാഹിക ബന്ധങ്ങൾ തകർന്നടിഞ്ഞുപോയി, വിവാഹമോചനത്തിലെത്തിപ്പെട്ടു. എന്താണ് പ്രധാനപ്പെട്ട വില്ലൻ? അവിഹിത ബന്ധങ്ങളല്ലേ? ആർക്കാണിത് നിഷേധിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിൻ്റെ നിയമം വളരെ കൃത്യമാണ്, മാനവികമാണ്. സ്ത്രീയെ കഷ്ടപ്പെടുത്തുന്ന നിയമമല്ല, സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്ന, അവളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന നിയമമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെക്സവൻ എന്ന് പറയുന്ന ഈ വ്യായാമം അത് വളരെ ഇന്ന് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അത് എതിർക്കപ്പെടേണ്ടതല്ല. പക്ഷേ അത് നടത്തുന്ന, അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രൂപത്തിൽ ഇടകലരുന്നൊരു സംവിധാനം അവിടെയുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇടപെട്ട് പരിഹാരം കാണേണ്ടത് ആ വ്യായാമത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ബാധ്യതയാണ്. മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്, അല്ലാത്തവരോടല്ല. അതിനുള്ള പരിഹാരം ഉണ്ടാകണം. സ്ത്രീകൾക്ക് പ്രത്യേക വളണ്ടിയേഴ്സ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ, നിങ്ങൾ അതിന് സൗകര്യങ്ങൾ ഒരുക്കിയാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമം ചെയ്താൽ സ്ത്രീകളുടെ ശാരീരിക പ്രകൃതിക്കനുസരിച്ച് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണത്, ആണല്ലോ. അതെല്ലാവർക്കും അറിയാം. അതിന് വ്യായാമം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക വസ്ത്രം ധരിക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അതിൽ. അതിന് സ്ത്രീകളുടെ പ്രകൃതിക്ക് അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന പല വിഷയങ്ങളും അതിലുണ്ട് എന്നതുകൊണ്ടും ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിലുള്ള പ്രയാസം മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അതിന് വേറെ ബദൽ സംവിധാനം അവർ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇതിൽ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് കാന്തപുരത്തിൻ്റെ പ്രസ്താവനയെ ചൊല്ലിയാണല്ലോ. അതുകൊണ്ട് തന്നെ കാന്തപുരത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള ഒരു സംശയം, കാന്തപുരം ഇങ്ങനെ സ്ത്രീകൾ, അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരരുത് എന്ന് പറഞ്ഞ് വ്യായാമത്തെ എതിർക്കുന്നത് അത് സത്യസന്ധമായ എതിർക്കലാണോ? ഇസ്ലാമിൻ്റെ നിയമത്തോടുള്ള താല്പര്യം കൊണ്ടുള്ള എതിർക്കലാണോ? അതല്ല വേറെ ഒരു വിഭാഗം അത് തുടങ്ങുകയും അതിന് കൂടുതൽ ജനസമ്മിതി കിട്ടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടുള്ള ഒരു എതിർക്കലാണോ? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായ നിലക്കാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ അല്ല. ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന ചില വിമർശനങ്ങളുണ്ട്. അതെന്താണ്? കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലുള്ള ചില സ്ഥാപനങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നുണ്ട്. മാത്രമല്ല അത് പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇടകലരലുകളാണ് അവിടെ നടക്കുന്നത് എന്നൊരു വിമർശനം ഉയരുന്നു. ഈ വിമർശനം പലരും ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരന്വേഷണം നടത്തിയപ്പോൾ എനിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ നോളജ് സിറ്റിയിൽ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തന്നെ സ്ത്രീ പുരുഷന്മാർ അതിരുവിട്ടുകൊണ്ട് ഇടകലരുകയും ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായ
പല സമീപനങ്ങളും അവിടെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്ത് നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? അതറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന, ഞാൻ വിമർശിക്കാനല്ല എങ്കിലും 1-2 ദൃശ്യങ്ങൾ, ഇതിലെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകണമല്ലോ. നിങ്ങൾ ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. കണ്ടല്ലോ സുഹൃത്തുക്കളെ, ഞാനത് ബ്ലർ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണിക്കാൻ കഴിയില്ല. ഇത് കാന്തപുരത്തിൻ്റെ നോളജ് സിറ്റിയിലെ ലോ കോളേജിൽ നടന്ന സംഗതിയാണ്. സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന വളരെ മോശമായ ഒരു രംഗമാണിത്. ഇത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് നിർത്തലാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാത്രമല്ല, നോളജ് സിറ്റിയിൽ സ്ഥാപനത്തിന് പുറത്ത് പള്ളിക്കടുത്ത് നടന്ന മറ്റൊരു ദൃശ്യമുണ്ട്. അതും നിങ്ങളൊന്ന് നോക്കൂ. ഇതിപ്പോൾ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്. കണ്ടല്ലോ സഹോദരങ്ങളെ, അവിടെ ഒരു പൂരപ്പറമ്പ് പോലെയാണ്. അവിടെയും സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നുണ്ട്. അതേപോലെ തന്നെ നോളജ് സിറ്റിയിൽ നടക്കുന്ന പല കല്യാണങ്ങളും, ആ കല്യാണങ്ങളിൽ വളരെ ആഭാസങ്ങൾ നടക്കുന്നുണ്ട്, ഇടകലരലുകൾ അവിടെയും നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഒരു കല്യാണത്തിൻ്റെ ദൃശ്യം ഞാൻ നോക്കുമ്പോൾ അതിൽ കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഞാൻ കണ്ട്. പക്ഷേ ആ ദൃശ്യം ഞാനിവിടെ കാണിക്കുന്നത് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. ആ വിഷയത്തിലും നിങ്ങളുടെ സമീപനം എന്താണ്? അതിനെതിരെ പ്രതികരിക്കേണ്ടതില്ലേ? മാത്രമല്ല, ഈ പരിപാടികൾ മാത്രമല്ല, അവിടെ നടക്കുന്ന പല പ്രോഗ്രാമുകളിലും പല പരിപാടികളിലും സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നുണ്ട്. എന്തിനേറെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ പോലും ഈ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന സദസ്സുകളിൽ പോയി ഇരിക്കുകയും അവിടെ ഇടപെടുകയും വേദിയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ ഇന്ന് വളരെ ലഭ്യമാണ്. ഞാൻ 2-3 സാമ്പിളിന് കാണിക്കുകയാണ്. ഇതവിടെ നടന്ന ഒരു പരിപാടിയാണ്. എന്തോ ഒരു പരിപാടിയാണ് അവിടെ നടന്ന. അതിൽ മുസ്ലിയാക്കന്മാരടക്കം ഇടകലർന്ന സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഈ കാണുന്നത് നിങ്ങളുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഈ സമ്മാനം നൽകുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ വിദേശത്ത് പോയിട്ട് വേദി പങ്കിട്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതും കാന്തപുരം ഉസ്താദാണ്. ഇതുപോലെയുള്ള പല രംഗങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MEX7-ൽ നടക്കുന്ന ഈ ഒരു അനിസ്ലാമികമായ വിഷയത്തെ നിങ്ങൾ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നില്ല, നിയന്ത്രണം ഏർപ്പെടുത്തുന്നില്ല എന്നൊരു വിമർശനം ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഞാൻ വളരെ നസീഹത്തോടുകൂടെ പറയാൻ, വിമർശനാത്മകമായ നിലക്കല്ല പറയുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, ഇത് നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥാപനത്തിലുമാണെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും നിങ്ങളുടെ ബാധ്യതയല്ലേ, ഉത്തരവാദിത്തമല്ലേ എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈ പ്രസ്താവന സത്യസന്ധമാകുന്നത്. അതല്ലെങ്കിൽ ഇതൊക്കെ അവിടെ നടക്കുകയും MEX7 മാത്രം നിങ്ങൾ ലക്ഷ്യം വെക്കുകയും ചെയ്യുമ്പോൾ, അത് ഈ ഒരു വ്യായാമമുറ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടല്ലോ, അതേപോലെ മറ്റൊരു വിഭാഗം നടത്തുന്നതിലുള്ള പ്രയാസം കൊണ്ടുള്ളൊരു പ്രസ്താവനയായി പോകാൻ ഏറെ സാധ്യതയുണ്ട് എന്നുകൂടെ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ എല്ലാവരും തയ്യാറാകുക. അതോടൊപ്പം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിം സൊസൈറ്റിയോടാണ്, അതിലാർക്കും ചൊറിച്ചിലുണ്ടാകേണ്ടതില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.